ഇസ്രായേലിനെതിരെ ആഞ്ഞടിക്കുകയാണ് എം.എ. ബേബി. അതിനിടയിലാണ് അദ്ദേഹം നമ്മുടെ ഇന്ത്യയിലെ കാര്യം നോക്കണമല്ലോ. കാരണം പ്രാദേശികമായി ബന്ധപ്പെട്ട് അദ്ദേഹം ദേശീയ നേതാവാണ്, അല്ലെ, ആഗോള നേതാവാണ്. അപ്പോൾ കേരളത്തിലെ കാര്യം, ഇന്ത്യയുടെ കാര്യമെല്ലാം ശ്രദ്ധിക്കണം. അതുമായി ബന്ധപ്പെട്ട് RSSനെതിരെയാണ് ഇന്ത്യയിൽ ആഞ്ഞടിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ RSS ഭിന്നിപ്പിന് ശ്രമിക്കുന്നുണ്ട്. പെഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിന്നപ്പോൾ മതം ചോദിച്ച്, ജാതി ചോദിച്ച് RSS ഭിന്നിപ്പിന് ശ്രമിച്ചു. ഇനി RSS കാര്യാലയം ഇതിനെതിരെ പ്രതികരിക്കണമല്ലോ. കാരണം ഒരു പ്രധാനപ്പെട്ട നേതാവിന്റെ പരാമർശത്തിനെതിരെ അവർ മറുപടി പറയണമല്ലോ. അവർ ഒരു മറുപടിയും പറയില്ല. കാരണം എം.എ. ബേബിയെ കുറിച്ചൊന്നും അവർ ചിന്തിക്കുന്നു പോലുമില്ല. ഈ ബേബി ആഞ്ഞടിച്ചു എന്നൊക്കെ പറയുന്നു. എന്തടിച്ചു എന്നാണ്? ഈച്ച അടിച്ചതാണ്. നമ്മുടെ ഡൽഹിയിലെ AKG ഭവനിൽ ആളും ആരവവും ഒഴിഞ്ഞ ഒരു എന്താ പറയുക, അവിടെ ഈച്ച അടിക്കണമെങ്കിൽ ഈച്ച വരണമല്ലോ. അങ്ങനെ ഒരു ഈച്ച പോലും ഇപ്പോൾ അവിടെ വരുന്നില്ല. അതാണ് ഇന്നത്തെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അവസ്ഥ. ആകെ ഒരു തരി കനൽ ഇങ്ങനെ ചെറുതായിട്ട് നീറി കിടക്കുകയാണ് കേരളത്തിൽ. അത് അണയുമോ ഇല്ലയോ എന്നിപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാം. കേരളത്തിലെ ജനങ്ങൾക്ക് ബുദ്ധിയും വിവേകവും ഉണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന് എല്ലാവർക്കും, അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഈ ബേബി ഒരു ആഗോള കമ്മ്യൂണിസ്റ്റ് നേതാവാണെന്ന് പറയുന്നു. ആര് പറയുന്നു? ബേബി തന്നെ പറയുന്നു. ആണ്ടി വലിയ അടിക്കാരനാണ്. ആരാ പറയുന്നത്? ആണ്ടിയാ പറയുന്നത്, നാട്ടുകാരല്ല പറയുന്നത്. അതുപോലെ ബേബിക്ക് സ്വയം അദ്ദേഹം കരുതുന്നു ഞാനൊരു വലിയ സംഭവമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വേറെ ആൾക്കാരില്ല. ഇന്നിപ്പോൾ ബംഗാളിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്ന് ദേശീയ ജനറൽ സെക്രട്ടറി ആക്കാൻ പറ്റില്ല, ത്രിപുരയിൽ നിന്ന് കൊണ്ടുവന്ന് ആക്കാൻ പറ്റില്ല, കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന് ആക്കേ നിർവാഹമുള്ളൂ. അങ്ങനെ കേരളത്തിൽ നിന്ന് അവിടെ എത്തി ആ സ്ഥാനത്ത് ഇരിക്കണമെങ്കിൽ അത്യാവശ്യം ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ അറിഞ്ഞിരിക്കണം. ആരെങ്കിലും വല്ലതും ചോദിച്ചാൽ മറുപടി മലയാളത്തിൽ പറയാൻ സാധിക്കില്ല. അതിന് പറ്റുന്നൊരു നേതാവ് ഇന്ന് കേരളത്തിൽ നിന്ന് എം.എ. ബേബി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ബേബിക്ക് നറുക്ക് വീണത്. മാത്രമല്ല, ബേബി പണ്ട് EMS ഡൽഹിയിൽ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിരുന്നു, രാജ്യസഭ MP ആയിരുന്നു ബേബി. അതൊക്കെ കൊണ്ട് ബേബിക്ക് ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. അതൊക്കെ കൊണ്ട് ബേബിക്ക് നറുക്ക് വീഴുകയായിരുന്നു. അല്ലാതെ ഈ മരിയൻ അലക്സാണ്ടർ ബേബി കുണ്ടറയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു താരം എന്നൊക്കെ പറഞ്ഞ് അതിവിടെ കേരളത്തിലെ DYFIക്കാർക്ക് രോമാഞ്ചം കൊള്ളാം. ചിന്താ ജെറോമിനെയും കേരളത്തിൽ പോലും ഒരു പരിഗണന ലഭിക്കാത്ത നേതാവാണ് എം.എ. ബേബി. ദേശീയ തലത്തിൽ യെച്ചൂരിയെല്ലാം വലിയ മുഖമായിരുന്നു. അവർക്ക് MP-മാരും MLA-മാരും കുറവാണെങ്കിലും അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് സ്വീകാര്യത ഉണ്ടായിരുന്നു. അതുപോലെ ലഭിക്കാത്ത ഒരു നേതാവായി മാറിയിട്ടും ഇദ്ദേഹം എന്ത് പ്രഹസനമാണ് കാണിക്കുന്നത്? അതെ, EMS മുതൽ യെച്ചൂരി വരെയുള്ളവരുടെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അത്യാവശ്യം അവർക്കൊക്കെ പത്രക്കാരുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. ലോകത്ത് എവിടെ എന്ത് സംഭവം ഉണ്ടായാലും ഇവരുടെ ഒരു ബൈറ്റ് എടുക്കാൻ മലയാള മാധ്യമങ്ങളെങ്കിലും, മലയാളത്തിലെ ചാനലുകളെങ്കിലും അവിടെ മൈക്കും കൊണ്ട് ഓടി ചെല്ലുമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഈ ബേബി വന്നു കഴിഞ്ഞപ്പോൾ ഒന്നാമത്തെ കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കമ്മ്യൂണിസത്തിൻ്റെയും പ്രസക്തി നഷ്ടപ്പെട്ടു പോയി. അവർക്ക് ഇന്ത്യൻ സാഹചര്യങ്ങളോട് ഇണങ്ങി നിന്ന് ഇന്ത്യയിലെ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ കഴിഞ്ഞില്ല. അതൊരു സത്യമാണ്. നമ്മൾ ചൈനയിൽ നോക്കൂ. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചൈനീസ് പാരമ്പര്യത്തോടോ ചൈനയുടെ ചരിത്രത്തോടോ ചൈനയുടെ സംസ്കാരത്തോടോ ഒന്നും എതിർപ്പില്ല. അവർ അതുമായിട്ട് ഇഴുകിച്ചേർന്നാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അവിടുത്തെ ജനങ്ങൾ ഒരിക്കലും തള്ളിക്കളഞ്ഞില്ല. ഇവിടെയോ ഈ ഇന്ത്യൻ പാരമ്പര്യത്തെ, ഹൈന്ദവ സംസ്കാരത്തെ ഒക്കെ നഖശിഖാന്തം എതിർക്കുന്ന പ്രവണതയല്ലേ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ സ്വീകരിച്ചത്? EMS ഒക്കെ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? അത് ആ ഒരു പാരമ്പര്യം, ഈ ഹൈന്ദവ പാരമ്പര്യത്തെയും സനാതനധർമ്മത്തെയും ഒക്കെ എതിർത്തുകൊണ്ട് നമുക്കറിയാം ഈ സ്വാതന്ത്ര്യ സമര കാലത്ത് എങ്ങനെയാണ് ഇന്ത്യൻ ജനമനസ്സുകളിലേക്ക്, ഭാരതീയ മനസ്സുകളിലേക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ നേതാക്കൾ ഈ സ്വാതന്ത്ര്യ ബോധം കടത്തിവിട്ടത്. ഇത് സനാതനധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെയാണ്. ആ സനാതനധർമ്മത്തിൻ്റെ ചിഹ്നങ്ങൾ, സനാതനധർമ്മത്തിലെ ആഘോഷങ്ങൾ, അല്ലേ, അതിനെല്ലാം എടുത്ത് സമർത്ഥമായിട്ട് ഉപയോഗിച്ചു. നമുക്കറിയാം ലോകമാന്യ ബാലഗംഗാധര തിലകൻ ഡൽഹിയിൽ, മഹാരാഷ്ട്രയിൽ ഗണേശോത്സവത്തിൽ കൂടെയാണ് അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കാൻ തുടങ്ങിയത്.
അപ്പോൾ അന്ന് ഈ ഹൈന്ദവ ഉത്സവങ്ങൾ, ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങൾ സംഘടിപ്പിക്കാനുള്ള ഒരു അതെല്ലാം ജനങ്ങളെ സംഘടിപ്പിക്കാനും അവരിൽ ദേശീയ ബോധം ഉണർത്താനുമുള്ള ഈ അടിമത്തത്തിൽ നിന്നൊരു മോചനം, ബ്രിട്ടീഷുകാർ വിദേശി ഇന്ത്യ വിടുക, ഈ തത്വങ്ങളെല്ലാം അവരുടെ മനസ്സിലേക്ക് കടത്തി വിടാൻ അന്ന് ഇതിനെയൊക്കെ സമർത്ഥമായിട്ട് നമ്മുടെ നേതാക്കൾ ഉപയോഗിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നമ്മുടെ ദേശീയ പാരമ്പര്യവുമായിട്ടും ദേശീയ ചരിത്രവുമായിട്ടും ഒക്കെ ഒരു ബന്ധമുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരെന്താ പറയണേ? ഇന്ത്യ എന്നൊരു രാജ്യമില്ല, ഭാരതം എന്നൊരു രാജ്യമില്ല, ഇത് കുറേ നാട്ടുരാജ്യങ്ങളായിട്ട് തമ്മിലടിച്ച് കൊണ്ട് നിലനിൽക്കുകയായിരുന്നു. രാജാക്കന്മാർ തമ്മിൽ യുദ്ധവും സംഘർഷങ്ങളുമായിരുന്നു. അങ്ങനെ സ്വന്തമായിട്ടൊരു അസ്തിത്വമില്ലാത്ത രാഷ്ട്രമാണ് ഭാരതം എന്ന് പറഞ്ഞാൽ ഈ ഭാരതീയൻ അത് ഇന്നത്തെ അന്നത് വകവെച്ചില്ല, പോട്ടെ, ഇന്നത്തെ ചെറുപ്പക്കാർ പോലും അത് വകവയ്ക്കുമോ, അതിനെ സ്വീകരിക്കുമോ? എന്തോ ഭ്രാന്ത് പറയുന്നു എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയല്ലേ ഉള്ളൂ ഈ ബേബിയെ പോലെയുള്ള നേതാക്കളെയും. അപ്പോൾ ഇവർക്ക് പിഴച്ചത് എവിടെയാണ്? ഈ ബേബി ഇപ്പോൾ RSSനെതിരെ ആഞ്ഞടിക്കുന്നു. RSS എന്ന് പറയുന്നത് RSSനും CPMനും ഏതാണ്ട് ഒരേ പ്രായമാണ്. CPMന് അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഒരു 5 വയസ്സ് കൂടും. അവർ 1920 മുതൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുകയാണ്. CPM എന്ന് പറയുന്ന പാർട്ടി രൂപീകരിക്കുന്നത് 60കൾക്ക് ശേഷമാണ്, 64ലൊക്കെയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇന്ത്യയിൽ, ഈ CPM എന്ന് പറയുന്നത് CPIയിൽ നിന്ന് വിഘടിച്ചു വന്ന ഒരു പാർട്ടിയാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പലതായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അറിയുന്ന നക്സൽ, മാവോ വിഭാഗങ്ങൾ പോലും അതിൽ നിന്നുണ്ടായതാണ്. അതവിടെ നിൽക്കട്ടെ. ഈ 1920 മുതൽ പ്രവർത്തിക്കുന്ന ഈ പാർട്ടി ഇപ്പോൾ 100 വർഷം പിന്നിട്ടിരിക്കുകയാണ്. 105ാമത്തെ വർഷത്തിലേക്ക് കടക്കുക. അവർ ഇന്ത്യയിൽ എവിടെയൊക്കെ ഉണ്ട്? ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ അവർക്ക് പ്രവർത്തനമുണ്ട്? നമുക്കറിയാം, തമിഴ്നാട്ടിൽ അവർ നിലനിൽക്കുന്നത് സ്റ്റാലിൻ്റെ കാരുണ്യത്തിലാണ്. രാജസ്ഥാനിൽ അവർ കോൺഗ്രസിൻ്റെ കാരുണ്യത്തിലാണ് നിൽക്കുന്നത്. ജമ്മു കാശ്മീരിൽ വിഘടനവാദികളുടെ കാരുണ്യത്തിലാണ് ജമ്മു കാശ്മീരിൽ ഒരാൾ ജയിക്കുന്നത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനല്ല ജയിക്കുന്നത്, ആ വ്യക്തിയാണ് അവിടെ ജയിക്കുന്നത്, അല്ലേ? അതുപോലെ 35 വർഷം തുടർച്ചയായിട്ട് ഭരിച്ച ബംഗാളിൽ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണ് എന്ന് പറയണമെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷൻ വേണം. അടി അപ്പം കിട്ടും തൃണമൂലുകാരുടെ ഇത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ അടി മേടിച്ച് ഓടി ഒളിക്കുന്നത് BJP ഓഫീസിലാണ്. ത്രിപുരയിലെ സ്ഥിതിയും സമാനമാണ്. അവിടെയും കോൺഗ്രസിൻ്റെ നിഴലായി എത്രയോ വർഷം മണിക് സർക്കാർ എന്ന് പറയുന്ന ഇവർ വാഴ്ത്തിപ്പാടിയ ഒരു മുഖ്യമന്ത്രി, ലളിത ജീവിതം, ഉന്നത ചിന്ത, വലിയ മൂല്യങ്ങൾ ഒക്കെ പറഞ്ഞ് ഉയർത്തിപ്പാടിയ മണിക് സർക്കാരിനെ ഇന്ന് അവിടെ കാണാനേ ഇല്ല. കാര്യമുണ്ട്. ഈ മണിക് സർക്കാരിനല്ലേ ദേശീയ സെക്രട്ടറി ആയിട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ ഒരു പാർട്ടിക്ക് ഒരു ഉത്തരേന്ത്യയിലെങ്കിലും ഒരു സ്വാധീനം ലഭിക്കുമായിരുന്നു. അല്ല, അതും കണ്ടു തന്നെ അറിയണം. ഈ ബേബിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കുറെ കൂടെ ഭേദമാണെന്ന് തോന്നുന്നു. അല്ല, ഇത് മൊത്തത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത് ഈ കേരളത്തിൽ ഇത് പിടിച്ചു നിൽക്കുന്നത് എങ്ങനെയാണ്? ഈ ജാതീയമായ കുത്തിത്തിരിപ്പുണ്ടാക്കിയും, അല്ലേ, ഈ പട്ടികജാതിക്കാരെയും പിന്നാക്ക വിഭാഗങ്ങളെയൊക്കെ എപ്പോഴും പിന്നെ ഈ മുഖ്യധാരയിൽ നിന്ന് അടർത്തി മാറ്റി നിർത്തി അവരെ ചൂഷണം ചെയ്ത് അവരെ മുതലെടുത്ത് അതിൻ്റെ കൂടെ ഈ RSS ഭയം കാണിച്ച് കുറേ മുസ്ലിം വോട്ടും കൂടി നേടിയെടുത്തുകൊണ്ടാണ് ഇവർ ഈ കേരളത്തിൽ തുടർച്ചയായിട്ട് ഇപ്പോൾ ഈ 3ാം ഭരണം ലക്ഷ്യമിട്ട് ഇറങ്ങിയിരിക്കുന്നത് പോലും അങ്ങനെയാണ്. ഈ കഴിഞ്ഞ 9 വർഷമായിട്ട് ഭരിക്കുന്നത് ഞാനീ പറഞ്ഞ തന്ത്രങ്ങൾ, അത് തന്ത്രങ്ങളെന്നല്ല പറയേണ്ടത്, കുതന്ത്രങ്ങളെന്നാണ് പറയേണ്ടത്. ആ കുതന്ത്രങ്ങൾ പയറ്റിയാണ് ഇവർ നിലനിൽക്കുന്നത്. നോക്കൂ, ഒരു ഉളുപ്പുമില്ലാതെ ജമാഅത്ത് ഇസ്ലാമിയുടെ എല്ലാ പിന്തുണയും വാങ്ങിച്ച് കാലങ്ങളോളം പല പഞ്ചായത്തുകളും തദ്ദേശ സ്ഥാപനങ്ങളും ഒക്കെ ഭരിച്ച LDF, CPM ഇന്നിപ്പോൾ ഒറ്റയടിക്ക് ജമാഅത്ത് ഇസ്ലാമിയെ തള്ളി പറഞ്ഞിരിക്കുകയാണ്. ജമാഅത്ത് ഇസ്ലാമിക്ക് കാര്യം മനസ്സിലായി, ഇനി കമ്മ്യൂണിസ്റ്റുകാരുടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല, ഇത് ഈ കേരളത്തിൽ കൂടെ കഴിഞ്ഞാൽ തീർന്നു. അതുകൊണ്ടാണ് അവർ ബുദ്ധിപരമായിട്ട് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDFിലേക്ക് പോയത്. മുസ്ലിം ലീഗുമായിട്ട്, അവരുടെ ആജന്മ വൈരികളായ മുസ്ലിം ലീഗുമായിട്ട് അവർ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ഒരു സമവായത്തിലെത്തിയത് അതുകൊണ്ടാണ്. അങ്ങനെ സമവായത്തിലെത്തിയ ജമാഅത്ത് ഇസ്ലാമി ഇപ്പോൾ LDFന്, CPMന് വർഗീയ പാർട്ടിയും വർഗീയ ശക്തിയും ഒക്കെയായി മാറി, രാഷ്ട്രവിരുദ്ധരും ഒക്കെ ആയിട്ട് മാറി. ഇതേ കാക്ക വിളിച്ചാൽ കൊക്കാകില്ല എന്നാണ്. ഈ പണ്ടത്തെ അതേ ജമാഅത്ത് ഇസ്ലാമി തന്നെയാണ് ഇന്നത്തെയും ജമാഅത്ത് ഇസ്ലാമി. ജമാഅത്ത് ഇസ്ലാമിക്ക് വ്യത്യാസമൊന്നുമില്ല. ജമാഅത്ത് ഇസ്ലാമിയെ അന്ന് കൂട്ടുപിടിച്ച അവർ ഇന്ന് തള്ളിപ്പറയുകയാണ്. ഇങ്ങനെ അവസരവാദ രാഷ്ട്രീയവും ഈ കുതന്ത്രങ്ങളുമായിട്ട് ഇങ്ങനെ പോകുന്ന പാർട്ടി പടവലങ്ങ പോലെ വളർന്ന് താഴോട്ടിറങ്ങുക.
അത് അവർ തിരിച്ചറിയുന്നില്ല. ഇനി കേരളത്തിൽ എങ്ങനെയെങ്കിലും തുടർഭരണം കിട്ടണം, കേരളം ആണ് ആകെയുള്ളൊരു പച്ചത്തുരുത്ത്. ആ പച്ചത്തുരുത്ത് കൊണ്ട് ഇങ്ങനെ നേതാക്കൾക്ക് ഡൽഹിയിലും കൽക്കട്ടയിലും ബോംബെയിലും ഒക്കെ ഇങ്ങനെ കറങ്ങി നടക്കാം. അതിനുള്ള പണം കേരളത്തിൽ നിന്ന് പാർട്ടി തന്നെ ഉണ്ടാക്കി കൊടുക്കും. അതുകൊണ്ട് ബേബിയെ പോലെയുള്ള സഖാക്കൾക്ക് പിന്നെ വിമാനങ്ങളിലും മറ്റുമൊക്കെ മലർന്ന് കിടന്ന് ഇങ്ങനെ യാത്ര ചെയ്യാം. തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്കും അവിടുന്ന് കൽക്കട്ടയിലേക്കും പിന്നെ ത്രിപുരയിലേക്കും ഒക്കെ വേണമെങ്കിൽ ഇടയ്ക്കൊക്കെ പോകാം. അങ്ങനെ അവിടെ ഇപ്പം വലിയ സ്വാധീനമൊന്നുമില്ല, വലിയ MLA മാരോ MP മാരോ ഒന്നും അവിടെ ഇല്ല. പക്ഷെ എന്നാലും ഈ പറഞ്ഞതുപോലെ പഴയ ആ ഓർമ്മകൾ പുതുക്കാനെങ്കിലും അങ്ങോട്ടേക്കൊക്കെ പോകാം. അങ്ങനെ മലർന്ന് കിടന്ന് യാത്ര ചെയ്യണമെങ്കിൽ കേരളത്തിൽ നിന്നാണ് അതിനുള്ള പണം കിട്ടേണ്ടത്. അതല്ലാതെ ഈ പാർട്ടിക്ക് വേറൊരു വഴിയുമില്ല. ആ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് പറയുന്നത് RSSനെ കുറ്റപ്പെടുന്നു. ഇന്ത്യ മുഴുവനും വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന, ഇന്ന് രാജ്യം ഭരിക്കുന്ന BJP ആണ്. RSSൻ്റെ രാഷ്ട്രീയ മുഖമാണ് BJP എങ്കിലും ഫലത്തിൽ RSS തന്നെയാണ്. RSSൽ നിന്ന് വന്ന RSS പ്രചാരകനായിരുന്ന ആളാണ് ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി. അപ്പോൾ അങ്ങനെയുള്ള RSSനെ ഇങ്ങനെ ചീത്ത പറയുന്നത് വേറൊന്നുമല്ല, നിലമ്പൂരിൽ അതുകൊണ്ട് 10 വോട്ട് കിട്ടുമെങ്കിൽ കിട്ടട്ടെ, അല്ലാതെ മറ്റൊരു ഉദ്ദേശവും മറ്റൊരു ആഗ്രഹവും ഈ ബേബിയെ പോലെയുള്ള സഖാക്കൾക്ക് ഇല്ല എന്നുള്ളതാണ് സത്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.